ഹായ് ഹലോ. അപ്പം ഞാൻ കുറേ ദിവസത്തിന് ശേഷം വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം തമ്പനയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു കണ്ണൂർ കുടിയേൽ കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുടിയേലെന്ന് പറഞ്ഞാൽ കയറി താമസമാണ്, ഹൗസ് വാമിംഗ് ആണ്. അപ്പോൾ ഇത് ശനിയാഴ്ചയാണ് ഹൗസ് വാമിംഗ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ തലേദിവസമാണ് കേട്ടോ ഇപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ കാണുന്നത്. എന്നിട്ട് തലേദിവസം ഒരു വൈകുന്നേരം ഇല്ല ആ ടൈമിൽ വെറുതെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ. വീടിൻ്റെ മുകളിലത്തെ നിലയിൽ കയറിയിട്ട് ഇതുപോലെ നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ഉണ്ട്. നല്ല കയറിയിരുന്ന് ഒരു കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ഇതേപോലെ നല്ല വ്യൂവും കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ കണ്ണൂരിലെ വെള്ളിക്കൽ എന്ന് പറഞ്ഞ ആ ഒരു ഇതാണ് ഇതിൽ കൂടി കാണുന്നത് കേട്ടോ. അപ്പോൾ അടിപൊളി കാഴ്ചകളാണത്. പിന്നെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ആ വീടിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഇടുന്നതിന് മുൻപില്ല ആ ഒരു വീഡിയോ കേട്ടോ. ഇതൊരു റൂമാണ് കേട്ടോ. ഇതിൻ്റെ ഒരു സൈഡ് ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പം ആ പുറത്തു നിന്ന് കിട്ടുന്ന അതേപോലൊരു വ്യൂ കിട്ടും കേട്ടോ. പിന്നെ ഇത് ഞാൻ നിങ്ങൾക്കൊന്ന് വീടിൻ്റെ ഒരു മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ഇട്ടതാണ്.
അപ്പോൾ വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഉള്ളിലെ കാഴ്ചകളൊന്ന് സ്പീഡിലൊന്ന് വിട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. സാറ്റർഡേ ഈവനിങ് ആയിരുന്നു പരിപാടിയൊക്കെ വെച്ചിട്ടുണ്ടായത്. അപ്പോൾ ആ പകൽ അതിൻ്റെ ഒരു ആ ഒരു പകൽ ടൈമിൽ വരുന്നവർക്ക് വേണ്ടിയിട്ട് ചായയും കടികളൊക്കെ കൊടുക്കും. ഷോക്കേസാണ്. ഷോക്കേസൊക്കെ വെറൈറ്റിയാണ്, അടിപൊളിയായിട്ടുണ്ട്. കാണാൻ നല്ല മോഡലുള്ള ഷോക്കേസ്. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് കാണണം കേട്ടോ. ചിലപ്പോൾ ലാസ്റ്റ് പറയാൻ നിൽക്കുമ്പോൾ ഞാൻ ആ കാര്യം മറന്നു പോകും. അതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വെയിലൊക്കെ കുറഞ്ഞു വന്ന ആ ഒരു ടൈമിലാണ് പരിപാടി ഉണ്ടായത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടെല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട്. നല്ല ആളുകളൊക്കെ വരുമ്പോഴേക്കും എല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ലൊരു കാറ്റും പുറം ഭാഗത്തൊക്കെ നല്ലൊരു നല്ല കാറ്റിട്ടതൊരു സ്ഥലമാണിത്. അപ്പോൾ ഇങ്ങനെ കുറേ ആളുകളും തിരക്കൊക്കെ ആയി. പെട്ടെന്ന് വൈകുന്നേരം ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും കുറേ ആളുകളുണ്ടായിരുന്നു. അപ്പം എല്ലാവരും നല്ല തിരക്കിലാണ്, ഓരോന്നും സെറ്റാക്കാനുള്ള തിരക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ എല്ലാവരും നല്ല തിരക്കിലായിട്ടുള്ളത്. അപ്പോൾ വൈകുന്നേരം ഇങ്ങനെ കുറേ ആളുകൾ കണ്ടവരെ ഇവരെ വീടിൻ്റെ ഏറ്റവും മുകളിലേക്ക് കയറുന്ന ഒരു സ്റ്റെയർ ഇട്ടതാണ് ഇത്. എനിക്ക് മുകളിലേക്ക് കയറാൻ പറ്റിയിട്ടില്ല. ഇതേപോലെ ഇപ്പോൾ അതിൻ്റെ തലേദിവസത്തെ വീഡിയോ ഞാൻ കാണിച്ചപ്പോൾ ഒന്നും സെറ്റായിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ താഴെ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് ആളുകൾ. കുറേ ആളുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാനും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കണ്ണൂർക്കാരുടെ കല്യാണത്തിനൊക്കെ മെയിനായിട്ടുള്ളൊരു ഐറ്റമാണ് അൽസ. നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഇതാണ് അൽസ കേട്ടോ. പിന്നെ നല്ലൊരു പായസം ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് ഫുഡ്. ബിരിയാണിയും പായസവും അൽസയൊക്കെ ആയിട്ട് ഫുഡ്. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തിക്കാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കുടിയലിൻ്റെ വിശേഷങ്ങൾ.